ജയറാമിന് എന്തുകൊണ്ട് മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം പോലും സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല? മികച്ച നടനുള്ള ദേശീയ, സംസ്ഥാന അവാർഡ് ലഭിക്കാൻ അർഹയുണ്ടായിട്ടും മാറ്റിനിർത്തപ്പെട്ട താരങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനം ജയറാമിന് നൽകണം. കാരണം ഇത്രയേറെ കഴിവുള്ള കലാകാരനായ ജയറാമിന് ഇതുവരേക്കും ഒരു മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം പോലും ലഭിച്ചിട്ടില്ല. യുവതാരങ്ങളിൽ പലരും ഈ പുരസ്കാരം കരസ്ഥമാക്കിയിട്ടും ജയറാമിന് എന്തുകൊണ്ട് മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം പോലും സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല എന്നത് ഒരു ചോദ്യമാണ്. മിമിക്രി താരം എന്ന് പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും ജയറാം എന്ന നടനെ മികച്ച നടന്റെ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളത്. ആദ്യ ചിത്രമായ അപരൻ മുതൽ അദ്ദേഹം ഈ അംഗീകാരം അർഹിക്കുന്നുണ്ട്. മൂന്നാം പക്കം, സ്വപാനം, സ്നേഹം, തീർത്ഥാടനം, മനസ്സിനക്കരെ, നടൻ, സ്വപ്ന സഞ്ചാരി തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം തന്നെ പ്രശംസാർഹമായ പ്രകടനമാണ് ജയറാം കാഴ്ചവെച്ചത്. 2013-ൽ ഏവരും പ്രതീക്ഷിച്ചത് നടൻ എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് ജയറാം തന്നെ മികച്ച നടനുള്ള അവാർഡ് സ്വന്തമാക്കുമെന്നാണ്. പക്ഷേ ആ വർഷത്തെ അവാർഡ് ലഭിച്ചത് നോർത്ത് 24 കാതം, ആർട്ടിസ്റ്റ് തുടങ്ങിയ ചിത്രങ്ങളിലെ പ്രകടനത്തിന് നടൻ ഫഹദ് ഫാസിലിനാണ്. അന്നേ ദിവസം മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ജയറാം പ്രതികരിച്ചത് ഇപ്രകാരമാണ്: ഇതിപ്പോൾ ആദ്യമായൊന്നുമല്ലല്ലോ. ഇതിനു മുൻപ് 1994, 99, 2000-ൽ എല്ലാം അവാർഡ് എനിക്കാണെന്ന് പറഞ്ഞ് ഏവരും പ്രതീക്ഷ നൽകും. അതുകൊണ്ടുതന്നെ ഇത് എനിക്ക് ശീലമായി എന്നായിരുന്നു. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക് ചിത്രങ്ങളിൽ കൂടി അഭിനയിച്ചിട്ടുള്ള നടനാണ് ജയറാം. പലപ്പോഴും തമിഴ് നാട് സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അംഗീകാരങ്ങൾ പോലും ജയറാമിനെ കേരളത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ല. 1996-ൽ തൂവൽ കൊട്ടാരം എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് പ്രത്യേക ജൂറി അവാർഡും 2000-ൽ സ്വയംവരപ്പന്തല് എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് രണ്ടാമത്തെ മികച്ച നടനുള്ള അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ഈ അംഗീകാരങ്ങൾ നൽകിയത് തന്നെ പ്രേക്ഷകരുടെ വായടപ്പിക്കാനാകാം. യഥാർത്ഥത്തിൽ അംഗീകാരം ലഭിക്കേണ്ട ചിത്രങ്ങൾക്കൊന്നും തന്നെ അംഗീകാരം ലഭിച്ചതുമില്ല.